ട്രാൻസ്ജെൻഡർ ആയിട്ട് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അത് ഐ ഡോണ്ട് തിങ്ക്. പിന്നെ ഞാൻ ഒന്ന് രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിന്റെ കൂടെ സംസാരിച്ചു. അവർ മാം അങ്ങനെയൊന്നും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പം ഞാൻ പറഞ്ഞു മമ്മൂക്കാൻ അക്സെപ്റ്റ് ചെയ്തു, വൈ ഡോണ്ട്. സോ ഐ എം വെയിറ്റിംഗ്. പക്ഷേ ട്രാൻസ് ആയിട്ട് അഭിനയിക്കുമ്പോൾ കുറച്ചുകൂടി എന്താ പറയാ, നമ്മുടെ രൂപത്തിലൊക്കെ മാറ്റങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. ഇതൊക്കെ ചെയ്യണം ആർട്ടിസ്റ്റ്. എന്തുകൊണ്ടാണ് ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിക്കണമെന്ന് തോന്നാൻ കാരണം? വെരി ഡിഫിക്കൾട്ട്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ രൂപം, എന്റെ രൂപം അങ്ങനെയൊക്കെ. അപ്പൊ രൂപമെല്ലാം മാറ്റി, ഡയലക്റ്റ് എല്ലാം മാറ്റിയിട്ട് വോയിസ് എല്ലാം ചേഞ്ച് ചെയ്ത് അത് ചെയ്യണം. അതാണ് എനിക്ക് ഐ ഫൈൻഡ് ഇറ്റ് ചാലഞ്ചിങ്. ഓക്കെ ഗൈസ്, അപ്പം ഒരു ഇന്റർവ്യൂ, അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഭാഗമാണ് ഈ കാണിച്ചത്. ഇതിനകത്ത് ശോഭന പറയുന്ന സ്റ്റേറ്റ്മെന്റ് അതാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. അവർക്ക് ട്രാൻസ്ജെൻഡർ ആയിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നാണ് പറയുന്നത്. സീരിയസ്ലി ഇത് കേട്ട സമയത്ത് ഐ ഫെൽറ്റ് വാവ്. എന്തുകൊണ്ടാന്ന് ചോദിച്ചാല് ഇത് ശോഭനയാണ് പറയുന്നത്. അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് ആ ഒരു വാവ് ഫീൽ കിട്ടിയിട്ടുള്ളത്. അതായത് മലയാള ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് മികച്ച കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ള, ഒരു കാലത്ത് മലയാള ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് തിളങ്ങി നിന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ശോഭന. ഇന്നവർ അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ഡാൻസിൽ സജീവമായിട്ട് നിൽക്കുന്നുണ്ട്, വല്ലപ്പോഴും വന്ന് അഭിനയിക്കുന്നുണ്ട്. എങ്കിൽ കൂടിയും മലയാളത്തിലെ മികച്ച നായികമാരുടെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നും ഏറ്റവും അധികമായിട്ട് ആളുകൾ പറയുന്ന പേരാണ് ഉർവശി, ശോഭന, ശാരദ തുടങ്ങിയതൊക്കെ. അപ്പൊ വളരെ ചുരുക്കം നായികമാരെയാണ് മികച്ച നായികമാരായിട്ട് മലയാളികൾ ഇന്നും കണക്കാക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. മലയാള ഫിലിം ഇൻഡസ്ട്രിക്കകത്ത് ഒരുപാട് നായകന്മാർ വന്നു പോയിട്ടുണ്ട്. ഇപ്പോഴും നിലവിൽ ഒരുപാട് നായകന്മാർ നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് മികച്ച നായകന്മാരുടെ പേര് ചോദിക്കുമ്പോൾ വിരലിൽ എണ്ണാവുന്ന നായകന്മാരുടെ പേര് മാത്രം ആളുകൾ പറയുന്നത്? അതിൽ ഈ പറയുന്ന ഉർവശി, ശോഭന പോലുള്ളവരൊക്കെ വന്നു പോകുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ബാക്കിയുള്ള നായകന്മാർക്കൊന്നും ഇല്ലാത്ത പ്രത്യേകമായിട്ടുള്ള അഭിനയ മികവും അഭിനയ സിദ്ധിയൊക്കെ ഈ പറയുന്ന ശോഭനയ്ക്കും ഈ പറയുന്ന ഉർവശിക്കും ശാരദയ്ക്കൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് അവർ ഈ മികച്ച നായികമാരെന്നുള്ള ആ പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ അങ്ങനെ മികച്ച നായിക എന്നുള്ള പേരിൽ ഇന്നും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ശോഭന, അവർക്ക് അഭിനയത്തിൽ വലിയ താല്പര്യമില്ല. വല്ലപ്പോഴൊക്കെയാണ് ഇപ്പൊ അഭിനയിച്ചു പോകുന്നത്. അതും ഡയറക്ടേഴ്സിന്റെ നിർബന്ധം കൊണ്ടാണ് ഇവർ വല്ലപ്പോഴും വന്ന് അഭിനയിച്ചു പോകുന്നത്. അങ്ങനെയുള്ള ശോഭന പറയാണ് അവർക്ക് ഈ പറയുന്ന പോലെ ട്രാൻസ് ആയിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്ന്. അതായത് അവർക്ക് അഭിനയിക്കാൻ അവസരമില്ലാത്ത പ്രശ്നമല്ല, അവർ മാറി നിൽക്കുകയാണ്. ഇപ്പൊ അവരൊന്ന് മനസ്സ് വെച്ചു കഴിഞ്ഞാൽ എനിക്ക് അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞ് അഭിനയത്തിൽ സജീവമാവാൻ വേണ്ടിയിട്ട് മുൻപോട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് കഥാപാത്രങ്ങൾ നൽകാൻ തയ്യാറായിട്ട് ഒരുപാട് പേർ ക്യൂ നിൽക്കും, അത് ഷുവറാണ്. പക്ഷെ അവർക്ക് അതൊന്നും താല്പര്യമില്ല. അവർക്ക് ഈ പറയുന്ന പോലെ ട്രാൻസ്ജെൻഡർ ആയിട്ട് ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ഞാൻ നോക്കുന്ന സമയത്ത് കാണുന്നത് ഒരു ജെൻഡർ ന്യൂട്രൽ ഫ്രീഡം എന്ന് പറയുന്ന സംഭവമാണ്. അതായത് അവർക്ക് സ്ത്രീ എന്ന് പറയുന്ന കഥാപാത്രം ചെയ്യാൻ താല്പര്യമുണ്ടെന്നല്ല അവർ പറയുന്നത്, അവർക്ക് ട്രാൻസ് ആയിട്ട് അഭിനയിക്കണം എന്നാണ് പറയുന്നത്. അതായത് തന്റെ സ്വന്തമായിട്ടുള്ള സെക്ഷുവാലിറ്റി എന്താണോ, അവരുടെ ഐഡന്റിറ്റി എന്താണോ, അതിനെയൊക്കെ ഭേദിച്ചുകൊണ്ട് മറ്റൊരു ജെൻഡറിൽ പെട്ട വ്യക്തിയായിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്നതാണ് ജെൻഡർ ന്യൂട്രൽ ഫ്രീഡം എന്ന് പറയുന്നത്. ആ ലെവലിലേക്ക് അവർ ചിന്തിക്കുന്നു എങ്കിൽ, അതുപോലെ തന്നെ ട്രാൻസ് എന്ന് പറയുന്ന അവരുടെ ജീവിതത്തിന്റെ അനുഭവങ്ങളെ മൊത്തത്തിൽ മനസ്സിലാക്കി ആ ജീവിതത്തിലേക്ക് കടന്നു കയറാൻ അവർ താല്പര്യപ്പെടുന്നുവെങ്കിൽ, ആ അനുഭവങ്ങളെല്ലാം അംഗീകരിക്കുന്ന വിധത്തിൽ അവർ അഭിനയിക്കാൻ തയ്യാറാവുന്നുവെങ്കിൽ അത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ് ആവുക എന്ന് പറഞ്ഞാൽ ഒട്ടും നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. ട്രാൻസ് ആവണമെങ്കിൽ രൂപം കൊണ്ട് മാത്രം മാറിയിട്ട് കാര്യമില്ല, അഭിനയിക്കാൻ കഴിയണം, അത് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയണം. അപ്പൊ അവരൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അവർക്കറിയാം ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. സൗണ്ടിൽ മാറ്റം വരുത്തണം, അതുപോലെ തന്നെ ലുക്കിൽ മാറ്റം വരുത്തണം, തുടങ്ങിയിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഇതിന്റെ പുറകിൽ ഉണ്ടാവും എന്നൊക്കെ അവർക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയ്ക്ക് അവരതൊരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുക്കാൻ തയ്യാറാണ്. അത് വ്യക്തമാക്കി കഴിഞ്ഞു ഈ തുടക്കത്തിൽ തന്നെ. അപ്പൊ അത്രയ്ക്ക് അവർ ആ ചലഞ്ചായിട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുന്നു. എല്ലാ ജീവിത അനുഭവങ്ങളെയും ഏറ്റെടുത്തുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ട്രാൻസ് ആയിട്ട് മാറാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അവരുടെ ആ ഒരു ആർട്ടിസ്റ്റിക് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന സംഭവം നിസാരമല്ല. അപ്പൊ ഇത് സീരിയസ്ലി കേട്ട സമയത്ത് എനിക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഒരു വാവ് ഫീൽ വന്നിട്ടുള്ളത്. പക്ഷെ ഏറ്റവും രസകരമായ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും അവർ പറഞ്ഞിട്ടുള്ള ഈ ഒരു വിഷയത്തിന്റെ ഗൗരവം എന്താന്ന് മനസ്സിലായിട്ടില്ല. അതിന്റെ ഗൗരവം മനസ്സിലാവാണ്ട് പലരും എന്ത് ചെയ്യാണ്, ഇവർ പറയുന്ന ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഗൗരവത്തെ ലഘൂകരിക്കുക ചെയ്യണത്. അതായത് ശോഭനയെ കണ്ടാൽ ട്രാൻസിനെ പോലെ ഉണ്ടെന്നും പറഞ്ഞിട്ട് അവരെ പരിഹസിക്കുക ചെയ്യണത്. ഇതിനകത്ത് ശോഭനയെ കണ്ടാൽ ട്രാൻസിനെ പോലെ അവരുണ്ടെന്ന് പറയുന്ന സംഭവം എന്തുകൊണ്ടെന്നൊക്കെ ഞാൻ പറയാം. അതിന് മുൻപായിട്ട് അങ്ങനെ വന്നിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട്, ഞാൻ ഒന്ന് ജസ്റ്റ് വായിച്ചു തരാം. നിങ്ങൾക്ക് ശരിക്കും ഒരു ട്രാൻസ്ജെൻഡർ ലുക്ക് ഉണ്ടല്ലോ, പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും വേണ്ട, ഇപ്പൊ ചെയ്താൽ മേക്കപ്പും വേണ്ട,
ബോഡി ഷേമിംഗ് അല്ല, ഇപ്പോൾ കാണുമ്പോൾ ഒരു ട്രാൻസ്ജെൻഡർ ലുക്ക് ഉള്ളതാണ്. തുടരുമെന്ന സിനിമയിൽ അത് നല്ലോണം തോന്നിയിരുന്നു. മാറ്റമൊന്നും വരുത്തണ്ട, ഇപ്പോൾ കണ്ടാൽ തന്നെ ആ ഒരു ലുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാണാനും അങ്ങനെ ഉണ്ട്. സത്യമായിട്ടും രൂപം മാറ്റേണ്ട കാര്യമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയാണ് കമന്റ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇവര് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ല ഈ പറയുന്ന ആൾക്കാർ മനസ്സിലാക്കുന്നതും ആ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയ്ക്ക് വിധത്തിലുള്ള ഒരു ട്രാൻസ്ഫോബിയ ബാധിച്ച ആൾക്കാരാണ് ഭൂരിപക്ഷം എന്നാണ് എനിക്ക് കമന്റ്സ് ഒക്കെ കാണുന്ന സമയത്തും ഫീൽ ചെയ്യുന്നത്. അതായത് ട്രാൻസ് എന്താണെന്നും അവരുടെ ലൈഫ് എക്സ്പീരിയൻസ് എന്താണെന്നും അവരുടെ ജീവിതം എന്താണെന്നും ഒന്നും അറിയാൻ താല്പര്യമില്ലാത്ത ആൾക്കാരെ പോലെ ട്രാൻസ് എന്ന് പറയുന്നത് പോലും തമാശയാക്കി മാറ്റുന്ന രീതിക്കാണ് ഇവർ കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു പറയുന്ന വിഷയത്തെ ലഘൂകരിക്കുക എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഇവർ ഏറ്റവും അധികം പറയുന്നത് എന്താണ്, ശോഭനെ കണ്ടാൽ ട്രാൻസിനെ പോലെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ട്രാൻസിനെ പോലെ ഉണ്ടെന്ന് പറയുന്നത് ഒരു വിഷയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു വിഷയമൊന്നുമല്ല, ഒട്ടും വിഷയമായിട്ടുള്ള കാര്യമല്ല. സ്ത്രീയെ പോലെ ഉണ്ട്, പുരുഷനെ പോലെ ഉണ്ട്, ട്രാൻസിനെ പോലെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ആ പറയുന്ന ടോൺ മാറുമ്പോഴാണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസൾട്ടിങ് ടോൺ വരുമ്പോഴാണ് ഈ പറയുന്ന പോലെ ട്രാൻസ്ജെൻഡറിനെ പോലെ ഉണ്ട് നിങ്ങളെ കാണാൻ എന്ന് പറയുന്നത് വിഷയമായിട്ട് വരുന്നത്. ഇപ്പൊ ഇതിനകത്ത് ഇവർ പറയുന്ന ടോൺ മാറുന്നുണ്ട്. ഇപ്പൊ ശോഭനെ കണ്ടാൽ ട്രാൻസ്ജെൻഡറിനെ പോലെ ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത്. അപ്പൊ ഇതിനകത്ത് ടോൺ മാറുന്നത് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് ട്രാൻസ്ഫോബിയാണ്. ഇവർക്ക് ഈ പറഞ്ഞ പോലെ ട്രാൻസ്ജെൻഡറിന്റെ ലൈഫ് ഒരു സിനിമയായിട്ട് വരുന്നു, അത് അംഗീകരിക്കാനുള്ള ഒരു മൈൻഡ് കപ്പാസിറ്റി ഇല്ല. സോ അവർക്ക് ആ ഒരു ഗൗരവം മനസ്സിലാവാത്തത് കൊണ്ട് ഇവർ പുറത്ത് ഈ പറഞ്ഞ പോലെയുള്ള കുഞ്ഞു കുഞ്ഞു തമാശകൾ പറയാൻ ട്രൈ ചെയ്തുകൊണ്ട് ആ ഒരു വിഷയത്തെ ലഘൂകരിക്കുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ശോഭന എന്ന് പറയുന്ന നടി ചെറുപ്പത്തിൽ വളരെയധികം സുന്ദരിയായിരുന്നു, ഇപ്പോഴും സുന്ദരിയാണ്. പക്ഷെ പ്രായം കൂടിയതിനനുസരിച്ച് അവരുടെ രൂപത്തിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മുടെ സ്കിന്നൊക്കെ ചുളിഞ്ഞു തുടങ്ങി, രൂപത്തിൽ വലിയ മാറ്റം സംഭവിച്ചു. അപ്പൊ ആ മാറ്റം, അതുപോലെ തന്നെ അവർ ഒരുപാട് മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. ഈ ഒരു പ്രായത്തിലും, അതായത് വാർദ്ധക്യത്തിൽ നിൽക്കുന്ന സമയത്ത് നല്ല രീതിക്ക് മേക്കപ്പ് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പൊ ആ രൂപമാറ്റം, അതുപോലുള്ള മേക്കപ്പ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും പലപ്പോഴും പല ആളുകൾക്കും അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ അവർ ഈ പറഞ്ഞ ഏജിസം, ബോഡി ഷേമിംഗ് പോലുള്ള കാര്യങ്ങളൊക്കെ എടുത്തിടും. അപ്പൊ ആ ഏജിസം, ബോഡി ഷേമിംഗ് പോലുള്ള കാര്യങ്ങളുടെ ബാക്കിയായിട്ടാണ് ഈ പറയുന്ന പോലെ ശോഭനയെ കണ്ടാൽ ട്രാൻസിനെ പോലെ ഉണ്ടെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ഏത് രീതിക്കാണെങ്കിലും ശരി, ഇവർ ചെയ്യുന്ന ആ മനോഭാവം എന്ന് പറയുന്നത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. ശോഭനയ്ക്ക് ട്രാൻസ് ആയിട്ട് അഭിനയിക്കാൻ താല്പര്യമുണ്ട് എന്ന് പറയുന്ന സമയത്ത് ഈ പറയുന്ന ഏജിസം, ഈ പറയുന്ന ബോഡി ഷേമിംഗ് ഒക്കെ എടുത്തുകൊണ്ട് വന്നിട്ട്, ട്രാൻസ്ഫോബിയ എല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് കമന്റ് ആയിട്ട് നിങ്ങളെ കണ്ടാൽ ട്രാൻസ്ജെൻഡറിനെ പോലെ ഉണ്ടെന്ന് കമന്റ് ചെയ്യുമ്പോൾ അത് ആ പറയുന്ന ആശയത്തോടും ആ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റിനോട് പോലും വളരെ മോശമായിട്ട് പ്രതികരിക്കുന്നതിന് തുല്യമല്ല പ്രതികരിക്കുന്ന കാര്യം തന്നെയാണ്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റിനെ പോലും തള്ളിക്കളയുന്ന രീതിക്കാണ് ഇതുപോലുള്ള കമന്റ്സ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനകത്ത് ഞാൻ നോക്കി കാണുന്ന മറ്റൊരു സംഭവമാണ്, ശോഭന പറയുന്നുണ്ട്, താൻ ചോദിച്ചു ഇതുപോലെ ഒരു ക്യാരക്ടർ ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് തിരക്കഥാകൃത്തുക്കളോട് പറഞ്ഞ സമയത്ത് അവർ പറഞ്ഞു അത് പോസിബിൾ ആവാൻ ചാൻസ് ഇല്ലാത്ത കാര്യമാണെന്നുള്ള രീതിക്ക് അവർ പറഞ്ഞു. അപ്പൊ അവർ തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട്, മമ്മൂട്ടി ചെയ്യുന്നില്ലേ എന്ന്. അപ്പൊ ഇതിനകത്താണ് ഈ ക്യാരക്ടർ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്ന സംഭവം പലപ്പോഴും പുരുഷന്മാർക്ക് കൊടുക്കാൻ തയ്യാറാവുന്ന ഫിലിം ഇൻഡസ്ട്രിയെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് ചില എക്സ്പെരിമെന്റേഷൻ സാധനങ്ങളൊക്കെ വരുന്ന സമയത്ത്, ക്യാരക്ടർ എക്സ്പെരിമെന്റേഷൻ ഒക്കെ വരുന്ന സമയത്ത് അത് പുരുഷന്മാർക്ക് കൊടുക്കാൻ തയ്യാറാവുന്നുണ്ട്. ആ പുരുഷൻ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ അത് വിജയിക്കുമെന്നുള്ള ധാരണ വരുന്നുണ്ട്. പക്ഷെ സ്ത്രീയെ കൊണ്ട് സാധിക്കില്ല, സ്ത്രീക്ക് അതൊരു വിജയമാക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റായിട്ടുള്ള ധാരണ പലപ്പോഴും ഉണ്ട്. ആ ഒരു സംഭവം തന്നെയാണ് ഇതിനകത്തും കാണുന്നത്. ഈ ക്യാരക്ടർ എക്സ്പെരിമെന്റേഷൻ ശോഭനയ്ക്ക് പറ്റില്ല എന്നുള്ളൊരു മനോഭാവം കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ പറ്റുന്നതും ഈ പറയുന്ന ഒരു ജെൻഡർ ബയാസ് എന്ന് പറയുന്ന സംഭവം തന്നെയാണ്. അപ്പൊ ഇതിനകത്ത് ജെൻഡർ ബയാസ് കൊണ്ട് തന്നെയാണ് ഇവർ ഈ പറഞ്ഞ പോലെ ശോഭനയെ കൊണ്ട് സാധ്യമാകില്ല എന്ന് പറഞ്ഞു വെക്കുന്നത്. പക്ഷെ അപ്പോഴും ആലോചിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ലോക പോലുള്ള സിനിമകൾ വന്നിട്ട് അതുവഴി കല്യാണി പ്രിയദർശനൊക്കെ മുൻപോട്ട് വന്ന് അവരൊരു ലീഡ് ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് ഒരു കൊമേഴ്ഷ്യൽ വിജയം ഉണ്ടാക്കിയ സിനിമയ്ക്ക് തന്നു കഴിഞ്ഞു. അത്രയ്ക്ക് ഗംഭീരമായിട്ട് ഒരു സിനിമയെ വിജയിപ്പിച്ചെടുത്തു, അതും ത്രൂ ഔട്ട് ക്യാരക്ടർ ചെയ്തിട്ട്. അപ്പൊ ഒരു സ്ത്രീ വിചാരിച്ചു കഴിഞ്ഞാലും ഇത്തരം എക്സ്പെരിമെന്റേഷൻ സംഭവമാണെങ്കിലും ശരി, ആ സിനിമ വിജയിക്കാൻ പറ്റുമെന്നാണ് ഇതുകൊണ്ടൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നത്. സോ ഈ പറയുന്ന പോലെ ജെൻഡർ ബയാസും കൊണ്ടുവന്നിട്ട് മലയാള ഫിലിം ഇൻഡസ്ട്രിക്കകത്താണെങ്കിലും എവിടെയാണെങ്കിലും ജെൻഡർ ബയാസും കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൊണ്ടത് സാധ്യമാകില്ല, അതൊന്നും വർക്ക്ഔട്ട് ആവില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ പറയുന്ന കാലത്തെയൊക്കെ തള്ളി പറയേണ്ട ഒരു കാലമാണ് ഇപ്പൊ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാണ്, ശോഭന എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ഈ പറയുന്ന പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് സംവിധാനം ചെയ്യാൻ കഴിവുള്ള, തിരക്കഥ ചെയ്യാൻ കഴിവുള്ള പുതിയ പുതിയ ചെറുപ്പക്കാരുണ്ട്, അവരുടെ അടുത്തേക്ക് ചെല്ലുക. തീർച്ചയായിട്ടും അവർ ഈ ജെൻഡർ ബയാസ് ഒന്നും കൊണ്ട് ഒരിക്കലും തളർത്താൻ നിൽക്കില്ല. അവർ ഉറപ്പായിട്ടും ഈ പറയുന്ന പോലെ ക്യാരക്ടർ തരും. മമ്മൂക്കയ്ക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ശോഭനയ്ക്കും പറ്റുമെന്ന് അവർ തെളിയിക്കും. അതിന് മാത്രം കഴിവുള്ള ഇഷ്ടം പോലെ ഡയറക്ടേഴ്സ്
ആക്ടേഴ്സും റൈറ്റേഴ്സും ഒക്കെ ഇവിടെ ഇൻഡസ്ട്രിക്കകത്തുണ്ട്. സോ ആ ജെൻഡർ ബയാസും കാര്യങ്ങളൊന്നും നടക്കില്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ട്രാൻസ്ഫോബിയ ബാധിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഏജിസം ബോഡി ഷേമിംഗ് ഒക്കെ ചെയ്യുന്ന ആൾക്കാര് കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാരണം ശോഭനയൊക്കെ ഒരു കഥാപാത്രത്തെ ഉൾക്കൊണ്ട് ഈ പറഞ്ഞ പോലെ ജെൻഡറൊക്കെ മറികടന്ന് ആ കഥാപാത്രങ്ങളുടെ അവസ്ഥകളൊക്കെ മനസ്സിലാക്കി അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന സമയത്ത് ആ കഥാപാത്രങ്ങളുടെ ജീവിതത്തെ സ്വാംശീകരിച്ചു അല്ലെങ്കിൽ എല്ലാ മാനവികതയും മനസ്സിലാക്കിക്കൊണ്ട് കഥാപാത്രങ്ങളെ ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന സമയത്ത് ഇതുപോലെ ട്രാൻസ്ഫോബിയ ബാധിച്ച് ശോഭനയെ രൂപത്തെ കളിയാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ചെറിയ മനുഷ്യരുടെ ഇടയിൽ ശോഭന വലുതായിട്ട് നിൽക്കുന്നു എന്നാണ് അർത്ഥം. അതായത് ഒരു കൂട്ടം മനുഷ്യന്മാർ ഇവിടെ ട്രാൻസ്ഫോബിയ പറഞ്ഞ് ഒരാളുടെ രൂപത്തെ കളിയാക്കുമ്പോൾ മറ്റൊരു വശത്ത് ഒരു വ്യക്തി മറ്റു ജെൻഡറിനെ കൂടി അംഗീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് കഥാപാത്രങ്ങൾ ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. സോ എന്തുകൊണ്ടും ഈ കമന്റ് ചെയ്യുന്ന ആൾക്കാരെക്കാളൊക്കെ എത്രയോ മഹത്തരമായിട്ടാണ് നിലവിൽ ശോഭന നിൽക്കുന്നത്.